ഹായ്, ഞാൻ ലിവിങ് ഫ്രം ബിറ്റ്കോയിനിൽ നിന്ന് ഇത് എൻ്റെ ട്രസ്റ്റ് വാലറ്റാണ്. ഓക്കെ, ഇതിൽ എനിക്കൊരു $9 കിടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ അത് MLM സ്കീമാണെന്ന് അറിഞ്ഞിട്ട് ഞാനതിൻ്റെ പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തതാണ്. $21 ഇട്ടിട്ട് ഞാൻ തുടങ്ങിയൊരു പാക്കേജാണ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഞാൻ ഡിസംബറിലങ്ങനെയാണ് അതിൽ ഇട്ടത്. അതിന് ശേഷം ഞാനൊരു വട്ടം എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇട്ട വിഡ്രോവൽ വന്നപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ കമ്പനിയുടെ സക്സസ് എന്തോരാണെന്ന്. ഓക്കെ, ഞാനപ്പോൾ വെറുതെ ജസ്റ്റ് എനിക്ക് വന്നതിൻ്റെ ഹിസ്റ്ററി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ USDT തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോയിൻ വന്നതിൻ്റെ അത് കാണാൻ പറ്റും. നമ്മുടെ ക്രിപ്റ്റോ കറൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പാത്ത് അന്വേഷിച്ച് പോകാൻ പറ്റും. ഇത് എവിടെ നിന്ന് വരണേ, എങ്ങനെയാണ് വരണേന്നൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വന്ന് മോർ ഡീറ്റെയിൽസ് പോയി. അപ്പോൾ നമ്മുടെ ട്രോൺ സ്കാനിൽ പോകും. ട്രോണിലാണ് ഇവർ USDT ആണ് നമുക്ക് റവന്യൂ ആയിട്ട് തരുന്നത്. ഞാൻ നോക്കിയപ്പോൾ അതിൽ എനിക്ക് $1 വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ തൊട്ട് താഴെ പോയി ആരാണ് ഇതിൻ്റെ എനിക്ക് സെൻഡ് ചെയ്ത് തരണേന്ന് അറിയണമല്ലോ. അപ്പോൾ സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാരണം നമ്മൾ വിഡ്രോവൽ കൊടുത്തപ്പോൾ തന്നെ നമുക്കിത് വിഡ്രോവൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഓണറെ തപ്പി ഫ്രം ട്രാൻസാക്ഷൻ വന്ന അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തു. ദെൻ നേരെ അതിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്കൊരു വാലറ്റ് തുറന്നു വരും. കാരണം നമുക്ക് വന്ന വാലറ്റ്. ഓക്കെ, ഇതുണ്ടാക്കിയത് 2024 ജൂലൈയിലാണ്. എനിക്ക് ഈ ട്രാൻസാക്ഷൻ നടന്നത്, അതെൻ്റെ തെറ്റ്. ഓക്കെ, ഇതിൽ ഞാൻ നോക്കിയപ്പോൾ അസറ്റ് ആകെ $730. ഓക്കെ, അതായത് ഇവർ നമുക്ക് വിഡ്രോവൽ തരുന്ന വാലറ്റിൽ ആകെ $730 ആകെ കാണാൻ പറ്റണത്. ഓക്കെ, ഇതിൽ വേറെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെജോറിറ്റി കിടക്കുന്നത് TRX കോയിനായിട്ടാണ്. ഓക്കെ, ഞാനപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വാലറ്റിൽ 2 കോയിൻ കാണിക്കുന്നുണ്ട്. TRX $518 TRXും $212 USDT കിടക്കുന്നുണ്ട്, അതായത് ടെതർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് USDT ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അവരുടെ വാലറ്റിലത്തെ ആ ട്രാൻസാക്ഷൻസുകൾ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ USDTയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്കവിടെ തരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ബാക്കിലേക്ക് പോയി ഇവരുടെ വാലറ്റിലേക്ക്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇവരുടെ വാലറ്റ്. നമ്മൾ താഴത്ത് പോയി കഴിഞ്ഞാൽ ഇതിൽ ട്രാൻസ്ഫറുകൾ കാണാൻ പറ്റും. ഓക്കെ, 19 മിനിറ്റിൽ വിഡ്രോവൽ നടന്നിട്ടുണ്ട്, 21 മിനിറ്റിൽ വിഡ്രോവൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ ട്രാൻസ്ഫർ സെലക്ട് ചെയ്തു. ട്രാൻസാക്ഷന് പകരം എന്തായാലും TRC20 കൊടുത്തു. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഈ 9.5 എന്നുള്ളത് എനിക്ക് വന്നതാണ്. ഒരു 3/4 മണിക്കൂർ മുമ്പ് എനിക്ക് വന്നിട്ടുള്ള കോയിനാണ്. ഓക്കെ, ഞാനത് ഫോളോ ബാക്ക് ചെയ്തിട്ട് അതെൻ്റെ അക്കൗണ്ടാണ് ഞാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ ആകെ ഉള്ളത് $730. ഇവരുടെ കമ്പനിയുടെ പേര് ഞാനിവിടെ പറയണില്ല. എന്നിരുന്നാലും ഇവരുടെ കമ്പനി വർക്ക് ചെയ്യുന്നത് ഏകദേശം ഞാനൊരു 2-3 ഗ്രൂപ്പിലുണ്ട്. ഏകദേശം 1000-ലധികം മെമ്പേഴ്സ് ഇവർ ഗ്രൂപ്പിലുണ്ട്. ഇവർ ഈ $730 വെച്ചിട്ട് ഈ 1000-ലധികം മെമ്പേഴ്സിനെ എങ്ങനെ തീറ്റിപ്പോറ്റണു എന്നുള്ള സംശയം കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ബാക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ വാലറ്റിൽ എത്ര ഡോളർ ഉണ്ടെന്നൊന്ന് ജസ്റ്റ് അന്വേഷിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. കാരണം വെറുതെ കാറ്റിൽ പറത്തുന്ന ഒരു കമ്പനിയിൽ കൊണ്ടുപോയി നിങ്ങൾ കാശ് ഇടണതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, ബൈ.